ഈ പറയുന്ന സ്റ്റേറ്റ്മെന്റും സ്വഭാവത്തിനേക്കാൾ അപ്പുറം ഉം, ഈ കൂട്ടം കൂടി ഒരു ഗ്രൂപ്പായി മാറി ഒരാൾക്കെതിരെ തിരിയുമ്പോൾ ഉം, ആൾക്ക് സ്വാഭാവികമായിട്ട് ഓഡിയൻസിന്റെ ഭാഗത്ത് നിന്ന് സപ്പോർട്ട് വരും എന്ന പ്രവണത നമ്മൾ മുൻ സീസണിൽ കണ്ടിട്ടുണ്ട്. ഉം. ഇത് ശരിക്കും ജിൻഡോന്റെ കാര്യത്തിൽ അവിടെ വർക്ക് ആയിട്ടുണ്ടോ? ശരിക്കും അവിടെ ഒരു കൂട്ടം ഉണ്ടാക്കിയ ആള് ജിൻഡോ ചേട്ടനാണ്. അതുകൊണ്ടാ ചോദിച്ചത്. അങ്ങനെ കൂട്ടം ഒരു കൂടിയ മുൻവിധിയോട് ആള് കൂടി ആ, ആൾ അങ്ങനെ ഒറ്റയ്ക്ക് നിന്ന് ആളൊരു ഇല്ല, ശ്രമഫലമായിട്ട് ജിൻഡോ സംഭവിക്കും. ചേട്ടനല്ലേ കൂട്ടം കൂടിയത്. ഒറ്റയ്ക്ക് നിന്ന് കളിച്ച ആൾക്കാരല്ലേ ഇപ്പൊ പുറത്തു പോയത്. അല്ല, പലപ്പോഴും ആൾ എന്നുള്ള രീതിയിലേക്ക് അഗേൻസ്റ്റ് ആയിട്ട്, കാരണം പലപ്പോഴും അതെങ്ങനെയാണ്? മണ്ടൻ എന്നുള്ള വിളിയൊക്കെ കേട്ട് തുടങ്ങി ആ, പൊതുവായിട്ട് ആദ്യമേ തന്നെ അവിടുത്തെ ഒരു ഈ ആക്ഷേപവും അല്ലെങ്കിൽ സർക്കാസ്റ്റിക് ആയിട്ട് വിളികളും പരിഹാസങ്ങളും കേട്ട് തുടങ്ങിയ ഒരു വ്യക്തി ഒരു ദിവസം കൂടിയായിരുന്നു. ഒരു ഇൻസിഡന്റ് ഉണ്ടായി. ജാസ്മിൻ കുളിക്കാൻ വേണ്ടി പോകുമ്പോൾ അവള് ഡ്രസ്സ് എല്ലാം പാക്ക് ചെയ്തിട്ട് ടവലിൽ പൊതിഞ്ഞിട്ട് അവള് സെറ്റിയിൽ പുറത്ത് കൊണ്ട് വെച്ചു. അപ്പൊ നമ്മളപ്പോൾ കൺഫെഷൻ റൂം അല്ല, നമ്മൾ അവിടെ നിന്ന് ബിഗ് ബോസ് എന്തോ ഒരു കാര്യത്തിന് അവിടെ ഹാളിൽ വന്ന് ഇരിക്കാൻ പറഞ്ഞിട്ട് ജിൻഡോ ചേട്ടൻ ഭയങ്കര ഇഷ്യൂ ആക്കി. നമ്മുടെ വസ്ത്രങ്ങൾ നമ്മളിങ്ങനെ പബ്ലിക്കായിട്ട് കൊണ്ടുവയ്ക്കാമോ എന്നൊക്കെ ചോദിച്ചു ഭയങ്കര ഇഷ്യൂ ആക്കി. ഇതേ ജിൻഡോ ചേട്ടൻ ഉപയോഗിച്ച അണ്ടർവെയർ കൊണ്ടുവന്നിട്ട്, വാഷ് ചെയ്യാത്ത അണ്ടർവെയർ കൊണ്ടുവന്നിട്ട് ഞങ്ങളുടെ ഭക്ഷണം ഉണ്ടാക്കുന്ന കിച്ചൺ വെക്കുവാണ്. അങ്ങനെ ഒരു വ്യക്തിയെ ഞങ്ങളിപ്പോൾ എന്താ വിളിക്കേണ്ടത്? ഞാൻ വിളിച്ചിട്ടില്ല മണ്ടനെന്ന്. അദ്ദേഹത്തിന് ഞാൻ മണ്ടനെന്ന് ടാഗ് ഞാൻ കൊടുത്തിട്ടില്ല. അപ്പോഴും എപ്പിസോഡ് കണ്ട ആൾക്കാർക്കറിയാം ജിൻഡോ ചേട്ടൻ മണ്ടനെന്ന് ഞാൻ ഒരിക്കലും പറയില്ല, അന്നും പറയില്ല, ഇപ്പോഴും പറയില്ല. ആ വീട്ടിലെ ഏറ്റവും ബുദ്ധിമാനായ വ്യക്തി ജിൻഡോ ചേട്ടനായിരുന്നു. കാരണം അദ്ദേഹത്തിന് ഇവിടെ നിന്ന് കയറുന്നതിന് മുമ്പും ബുദ്ധിപരമായി അദ്ദേഹം കുറേ കാര്യങ്ങൾ പ്ലാൻ ചെയ്തിട്ട് പോകാൻ അദ്ദേഹത്തിന് നന്നായി എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റി. കുറേ കാര്യങ്ങൾ പ്ലാൻ ചെയ്യാൻ പോയി. അതേ കാര്യങ്ങൾ അദ്ദേഹത്തിന് അവിടെ വന്നിട്ടും അത് ആൾക്കാരിലേക്ക് ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റി. അത് ചെയ്യാതെ പോയ ആൾക്കാരാണ് മണ്ടന്മാര്, ഞാനടക്കം. ഞാൻ അങ്ങനെ അദ്ദേഹം ബുദ്ധിമാനാണ്. ജിൻഡോ ചേട്ടൻ മണ്ടനാണെന്ന് ഞാൻ അന്നും പറഞ്ഞിട്ടില്ല, ഇപ്പോഴും പറയില്ല. അതിനകത്ത് ഇതേപോലെ പ്ലാൻ ചെയ്ത് പുറത്തുള്ള PR വർക്കിന്റെ പേരിലാണ് കോൺഫിഡൻസ് കാണിക്കുന്നതെന്ന് പറയുമ്പോഴും ഈ പുറത്ത് ആളുകളുടെ സംസാരത്തിൽ കൃത്യമായിട്ട് ഈ ഫേവറിസം കാണിക്കുന്നത് ജാസ്മിൻ ആണെന്നാണ് സംസാരം. ശരിക്കും ആ ഫേവറിസം അവിടെ ആർക്കെങ്കിലും കിട്ടുന്നുണ്ടോ? എനിക്കറിയില്ല. ആക്ച്വലി ഞാൻ ഈ പറഞ്ഞല്ലോ, എന്നെ കൊണ്ട് പറ്റുന്ന മാക്സിമം നന്നായിട്ട് നിൽക്കാൻ നോക്കിയൊരു വ്യക്തിയാണ് ഞാൻ. എന്നിട്ടും ഞാൻ പുറത്തായത് എന്ത് കാരണമാണെന്ന് എനിക്ക് അറിയില്ല. അപ്പം എല്ലാവരും പറയുന്നു ജനങ്ങൾ വോട്ട് കുറവാണെന്ന്. അപ്പൊ എന്നിട്ടും ജനങ്ങൾ ഇപ്പൊ നമ്മളെ നേരിട്ട് കാണുമ്പോഴും നേരിട്ട് സംസാരിക്കുമ്പോഴും നമ്മൾ ഒരിക്കലും എക്സ്പെക്ട് ചെയ്തില്ല അപ്സര പുറത്തു പോകും. പിന്നെ ആരാണ് എന്നെ തോപ്പിച്ചത്? എനിക്കറിയില്ല, എനിക്കതിൽ വ്യക്തതയില്ല. അപ്പം അതിനെക്കുറിച്ച് എനിക്കൊന്നും പറയാനില്ല. എനിക്കറിയില്ല, ഞാൻ എന്താ പറയണ്ടേ? ഈ ജിൻഡോ ചേട്ടന്റെ പെരുമാറ്റം എന്നുള്ള രീതിയിലേക്ക് പലതും പറഞ്ഞു. അല്ല, ജിൻഡോ ചേട്ടൻ എന്ന വ്യക്തിയെ മാത്രമല്ല ഞാൻ പറയുന്നത്. അവിടെ മെജോറിറ്റി ആൾക്കാരും ചെയ്യുന്ന നെഗറ്റീവ്സ് പോസിറ്റീവാക്കി മാറ്റാനുള്ള ഒരു കഴിവ് എനിക്ക് തോന്നുന്നു PR ടീമിനുണ്ട്. പക്ഷെ പലപ്പോഴും ഇത്രയും മത്സരാർത്ഥികൾ അവിടെ ഉണ്ടായി കഴിഞ്ഞിട്ടും ഈ എടുത്ത് എന്തെങ്കിലും മോശം കാര്യങ്ങൾ പറയുമ്പോൾ കൃത്യമായിട്ട് ജിൻഡോ എന്നൊരു വാക്ക് വരുന്നുണ്ട്. ആ ചെയ്ത പ്രവർത്തികൾ ഒരു രീതിയിൽ ന്യായീകരിക്കല്ല പുറത്തു വന്നത്. പക്ഷെ എവിടേക്കോ മറ്റു സംഭവങ്ങളും അവിടെ നിന്ന് വരുന്നുണ്ട്. ഇപ്പൊ ജാസ്മിന്റെ കാര്യത്തിലാണെന്നുണ്ടെങ്കിലും അല്ലെ മറ്റുള്ളവർ പ്രതികരിക്കുന്ന കാര്യത്തിലാണെന്നുണ്ടെങ്കിലും ഇപ്പോൾ റോക്കിയുടെ ഫിസിക്കൽ അസോൾട്ട് അങ്ങനെ കുറെ സംഭവങ്ങൾ വരുന്നുണ്ട്. പക്ഷെ എവിടെയും മറ്റൊന്നും പറയുന്നില്ല. എവിടെയോ ജിൻഡോ ആയിരുന്നു ശരിക്കും അവിടെ എതിരാളി അപ്സരയ്ക്ക്. എനിക്ക് അങ്ങനെ അവിടെ ഒരു എതിരാളിയായിട്ട് എനിക്ക് ആരും തോന്നിയിട്ടില്ല, സത്യം പറയാലോ. കാരണം ജിൻഡോ ചേട്ടന്റെ മറുപടി കൊടുക്കുന്ന പോലെ എനിക്ക് മറുപടി കൊടുക്കാൻ പറ്റില്ല. ഞാൻ മറുപടി കൊടുക്കുന്ന പോലെ ജിൻഡോ ചേട്ടനും പറ്റില്ല. ആക്ച്വലി ഞാൻ ഒരിക്കലും അവിടെ ഒരാൾ എൻ്റെ അടുത്ത് ചോദിച്ച ചോദ്യത്തിന് ജിൻഡോ ചേട്ടൻ കൊടുത്ത രീതിയിൽ ഞാൻ അവിടെ മറുപടി ഇതുവരെ കൊടുത്തിട്ടില്ല. എൻ്റെ അടുത്ത് ചോദിക്കുന്ന രീതിയിൽ ഞാൻ സംസാരിക്കുന്ന പോലെയോ അല്ലെങ്കിൽ ഞാൻ പറയുന്ന പോലെ ജിൻഡോ ചേട്ടൻ അവിടെ പറഞ്ഞ് ഞാനും കേട്ടിട്ടില്ല. ടാസ്കിലാണെങ്കിൽ പോലും ജിൻഡോ ചേട്ടൻ ഒരു പോയിന്റ് പോലും നേടാത്ത എത്രയോ ടാസ്കുകളിൽ ഞാൻ വന്നിട്ടുണ്ട്. ജിൻഡോ ചേട്ടനും അത്യാവശ്യം നന്നായി ടാസ്ക് ചെയ്യുന്നുണ്ട്. പണി ചെയ്യുന്ന കാര്യത്തിലാണെങ്കിലും ഞാൻ അവിടെ അത്യാവശ്യം പണികൾ ചെയ്യുന്ന ഒരാളായിരുന്നു, ഡ്യൂട്ടീസും കാര്യങ്ങളൊക്കെ. ജിൻഡോ ചേട്ടൻ എപ്പോഴാണോ ഏറ്റവും കൂടുതൽ അറ്റൻഷൻ കിട്ടുന്നത് അത് ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ജിൻഡോ ചേട്ടൻ ശ്രമിക്കാറുണ്ട്. അപ്പൊ എനിക്ക് ഏത് രീതിയിലാണ് ജിൻഡോ ചേട്ടൻ എതിരാളിയായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. പക്ഷെ എതിരാളി ആയിരുന്നു. എവിടാന്ന് വെച്ചാൽ പുറത്ത് വോട്ടിങ്ങിന്റെ കാര്യത്തിൽ ശക്തമായ എതിരാളിയായിരുന്നു. ജിൻഡോ ചേട്ടന്റെ അല്ലെങ്കിൽ ജിൻഡോ ചേട്ടന് മാത്രമല്ല കേട്ടോ ഞാൻ പറയുന്നത്, അവിടെ നിൽക്കുന്ന കുറെ ആൾക്കാരുടെ എന്നെ ഭയം ഉണ്ടായിരുന്നു എന്ന് എനിക്ക് സംസാരിച്ചിട്ട് ഇത്രയും കണ്ടസ്റ്റൻസ് അവിടെ ഉണ്ടായിട്ട് ജിൻഡോ എന്നല്ലാതെ വേറെ ആളുടെ പേര് പോലും വരുന്നില്ല. എന്നോട് ചോദിച്ച ചോദ്യം അതാ, എന്തായിരുന്നു ജിൻഡോ എന്ന വ്യക്തിയെ കുറിച്ചായിരുന്നു. അത് ഞാൻ പിന്നീട് അതിനെ കുറിച്ച് സംസാരിച്ചപ്പോഴാണ് ജിൻഡോ എന്ന് പറഞ്ഞത്. നമ്മൾ തുടങ്ങി ഇതുവരെ വേറെ ഒരു കണ്ടസ്റ്റന്റിനെ കുറിച്ച് നിങ്ങൾ ചോദിച്ചില്ല. എന്നെ സംശയം അതാണ്, ഇവിടെ ഇത്രയും നന്നായി പെർഫോം ചെയ്യുന്ന കണ്ടസ്റ്റൻസ് ഉണ്ടായിട്ട് നിങ്ങൾ ഒരാളുടെ പേരും പറഞ്ഞിട്ടില്ല. ജിൻഡോ എന്നുള്ള പേരല്ല പറഞ്ഞു തുടങ്ങിയത്. ഞാൻ പറഞ്ഞു തുടങ്ങിയതിൽ ഈ PR വർക്കിന്റെ ഇൻഫ്ലുവൻസിനെ കുറിച്ച് സംസാരിച്ചു കഴിഞ്ഞപ്പോൾ അപ്സരയാണ് പറഞ്ഞത് ഇവിടെ ജിൻഡോന്റെ കോൺഫിഡൻസ് കിട്ടുന്നു, പുറത്തുകൂടി ചെയ്യുന്നു, പുറത്തുള്ള PR വർക്കിന്റെ സപ്പോർട്ട് അവിടെ കാണിച്ചിരുന്നത് ജിൻഡോ ആണെന്ന് പറഞ്ഞു തുടങ്ങിയത് അപ്സരയാണ് അല്ലെ? ഞാൻ ആ ആളുടെ പേര് പറഞ്ഞിട്ട് ഒരു കാര്യം ഞാൻ പറഞ്ഞത് അദ്ദേഹമേ അവിടെ പറഞ്ഞിട്ടുള്ളൂ. അപ്പൊ എനിക്ക് അതല്ലേ പറയാൻ പറ്റും. അപ്പൊ നേരത്തെ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് തരുത്തണം, ഞാൻ അതേ ചോദിക്കുന്നുള്ളൂ എന്ന് പറയരുത്. അല്ല, എന്താണെന്നറിയോ, നമ്മൾ പിന്നെ അങ്ങോട്ട് കണക്ട് ചെയ്ത് ജിൻഡോ ചേട്ടന്റെ പ്രവൃത്തികൾ എന്തുകൊണ്ടാണ് അങ്ങനെ, ജിൻഡോ ചേട്ടൻ ചെയ്ത
പിന്നെ കണക്ട് ചെയ്ത് വന്ന ക്വസ്റ്റ്യൻസ് ഫുൾ അത് അതായിരുന്നു. പിന്നീടാണ്, അത് അപ്സരയുടെ മറുപടി എന്നാണ് ഞാൻ ആദ്യം പറഞ്ഞു അല്ല, തുടങ്ങിയത്. ആദ്യത്തെ ക്വസ്റ്റ്യൻ എനിക്ക് അങ്ങനെ മറുപടി പറയാൻ പറ്റും. കാരണം വോട്ടിങ്ങിന്റെ ബേസിലാണ് എന്ന് പറയുമ്പോൾ വോട്ടിങ്ങിൽ എനിക്ക് തോന്നുന്നു പുറത്തിറങ്ങിയപ്പോൾ ഏറ്റവും കൂടുതൽ വോട്ടിംഗ് മുമ്പ് നിൽക്കുന്ന ആള് ജിൻഡോ ചേട്ടനാണ്. അവിടെ വോട്ടിങ്ങിനെ കുറിച്ച് സംസാരിച്ച ആള് ജിൻഡോ ചേട്ടനാണ്. അപ്പൊ എനിക്ക് ജിൻഡോ ചേട്ടന്റെ പേരേ പറയാൻ പറ്റൂ. ഇപ്പൊ ജിൻഡോ ചേട്ടൻ ഇപ്പം സിജോ ചേട്ടൻ അങ്ങനെ പറഞ്ഞത് സിജോ ചേട്ടൻ മേ ബി ഉണ്ടാവുമായിരിക്കും, എനിക്ക് അറിയില്ല. സിജോ ചേട്ടൻ അവിടെ എന്റെ ചെവിയിൽ ഞാൻ കേട്ടിട്ടില്ല. സായി ചേട്ടൻ ഉണ്ടാവുമായിരിക്കാം, സായി ചേട്ടൻ അങ്ങനെ പബ്ലിക്കായിട്ട് പറഞ്ഞ ഞാൻ കേട്ടിട്ടില്ല. ജാസ്മിൻ ഉണ്ടാവുമായിരിക്കാം, ജാസ്മിൻ അങ്ങനെ പറഞ്ഞ ഞാൻ കേട്ടിട്ടില്ല. നന്ദനയ്ക്ക് ഉണ്ടാവുമായിരിക്കാം, നന്ദന പറയണ ഞാൻ കേട്ടിട്ടില്ല. നോറയ്ക്ക് ഉണ്ടാവുമായിരിക്കാം, നോറ പറഞ്ഞ് ഞാൻ കേട്ടില്ല. ഇത് പറഞ്ഞ വ്യക്തി ജിൻഡോ ചേട്ടൻ ആയതുകൊണ്ടാണ് ഞാൻ അദ്ദേഹത്തിന്റെ അദ്ദേഹം തല്ലി ഒരാളെ, ഇപ്പൊ ഞാൻ നിങ്ങളെ തല്ലുവാണ്, ഇപ്പൊ ഇവിടെ നിൽക്കുന്ന ബാക്കി ക്രൂ മെമ്പേഴ്സിന്റെ പേര് പറയാൻ പറ്റില്ലല്ലോ, തല്ലി എന്റെ പേരല്ലേ പറയാൻ പറ്റൂ. ജിൻഡോ ചേട്ടനാണ് ആ സ്റ്റേറ്റ്മെന്റ് പറഞ്ഞത്. ജിൻഡോ ചേട്ടന്റെ പേര് അവിടെ വന്ന് നമ്മൾ അവിടെ എങ്ങനെ ഗെയിം കളിക്കുന്നതിന്റെ ഒപ്പം തന്നെ പുറമെ നമുക്ക് എങ്ങനെ എത്രത്തോളം ഈ ഇഷ്ടകരം വരുന്നത് ശരിക്കും ഇൻഫ്ലുവൻസ് ചെയ്യുന്ന കൂടിയാണ്. ഒരു പക്ഷെ നമ്മുടെ പേഴ്സണൽ മാറ്ററുകളാണെന്നുണ്ടെങ്കിലും നമ്മുടെ പാസ്റ്റ് ആണെങ്കിലും ഒക്കെ ഇത് കണക്ട് ചെയ്ത് എടുക്കുന്ന കാര്യങ്ങളാണ്. ഒരു പക്ഷെ അതുകൊണ്ടാണ് എന്റെ ചോദ്യത്തിൽ നേരത്തെ വന്നത്. കാരണം പുറമെ എന്നുള്ള പലരുടെ കമന്റ്സിലും വന്ന കാര്യമായിരുന്നു ആൽബിയുടെ പ്രസ്താവന എന്തുകൊണ്ട് അല്ലെങ്കിൽ ശരിയായോ തെറ്റായോ രണ്ട് രീതിയിലും വ്യാഖ്യാനിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ആ ചോദ്യം വന്നു. എവിടേക്കോ അപ്സരയുടെ പേഴ്സണൽ ലൈഫിലെ പാസ്റ്റ് അല്ലെങ്കിൽ മുൻ റിലേഷൻഷിപ്പ് എന്നുള്ള രീതിയിലേക്ക് ഇത് കണക്ട് ചെയ്ത് വന്നിട്ടുണ്ടോ ശരിക്കും ഈ ആളുകളുടെ ഇഷ്ടത്തിലും സംസാരത്തിലും? ഇപ്പോൾ ഏറ്റവും ഉദാഹരണം പറയും, ജാസ്മിൻ ഗബ്രിയുടെ വിഷയത്തിൽ ഇത്രത്തോളം വിവാദമായിട്ടുള്ള ഒരു കാര്യം വന്നത് ജാസ്മിൻ കമ്മിറ്റഡ് ആയിരുന്നു എന്നുള്ളതാണ്. അതിൽ ഫാമിലിയുടെ സൈഡിൽ നിന്നുള്ളതും അതായത് എക്സിന്റെ കമ്മിറ്റഡ് ആയിരുന്ന ഒരാളുടെ കാര്യത്തിലും പ്രസ്താവനകൾ വന്നു. അപ്സരയുടെ കാര്യത്തിലും എന്നുള്ള രീതിയിലേക്ക് ഇത്തരം വിവാദങ്ങൾ ഉണ്ടാവുന്നത് ഇതൊക്കെ ശരിക്കും ബിഗ് ബോസിനകത്ത് നിൽക്കുമ്പോൾ ബാധിക്കുന്ന കാര്യങ്ങളാണോ? സത്യസന്ധമായിട്ട് പറഞ്ഞാൽ എനിക്ക് ആ വിഷയത്തിൽ പ്രതികരിക്കാൻ താല്പര്യമില്ല. എന്താണെന്നറിയോ, ഞാൻ ഈ ലോകത്ത് എനിക്ക് ആൾക്കാരുടെ പ്രീതി കിട്ടാനോ അല്ലെങ്കിൽ എനിക്ക് ആൾക്കാരുടെ സപ്പോർട്ട് കിട്ടാനോ വേണ്ടിയിട്ട് ഞാൻ ഒരിക്കലും ഒരു വ്യക്തിയുടെ പേര് ഞാൻ ഒരിക്കലും പരാമർശിച്ചില്ല. കാരണം അദ്ദേഹം വേറൊരു വ്യക്തിയാണ്, അദ്ദേഹത്തിന്റെ ലൈഫുണ്ട്. ഞാൻ കടന്നുപോയ ഒരു ലൈഫിൽ ഞാൻ അനുഭവിച്ച കാര്യങ്ങളെ കുറിച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അത് ഞാൻ പറഞ്ഞത് അത് സമൂഹത്തിൽ ഒരുപാട് ആൾക്കാർക്ക് അറിയാം, നിങ്ങൾക്കും അറിയാം. ഒരുപാട് പെൺകുട്ടികൾ അനുഭവിക്കുന്നുണ്ട്, ഒരുപാട് പെൺകുട്ടികൾ അനുഭവിച്ച കാര്യമാണ്. അത് കുറെ ആൾക്കാർക്ക് തുറന്നു പറയാൻ മടിയാണ്. എന്താ കാര്യം എന്നറിയോ, ഞാൻ തുറന്നു പറഞ്ഞപ്പോൾ എനിക്ക് ഓപ്പോസിറ്റ് കിട്ടിയത് എന്താണ്? ഇവർ സ്ത്രീകളടക്കം എനിക്ക് എതിരാണ് സംസാരിച്ചത്. ഞാൻ വീണ്ടും വീണ്ടും അത് ആവർത്തിക്കപ്പെടുമ്പോഴും എനിക്ക് വീണ്ടും വീണ്ടും സപ്പോർട്ട് കിട്ടുമെന്നുള്ള പ്രതീക്ഷ കൊണ്ടല്ല എനിക്ക് ഓപ്പോസിറ്റ് വന്നപ്പോൾ പോലും ഞാൻ ഒരു സോഷ്യൽ മീഡിയ പോയിരുന്നിട്ടും ഞാൻ എന്നെ ന്യായീകരിച്ച് അതിന് മറുപടി കൊടുക്കാത്ത ഒരാളാണ്. കാരണം എന്ന് വെച്ചാൽ എനിക്ക് വ്യക്തമായ ധാരണയുണ്ട് എനിക്ക് ഒരിക്കലും സപ്പോർട്ട് കിട്ടില്ല നമ്മുടെ സമൂഹത്തിൽ നിന്ന്. എന്തുകൊണ്ടാണ് പിന്നെ വീണ്ടും വീണ്ടും അത് പറയുന്ന വ്യക്തികൾക്കെതിരെ മാത്രം അറ്റാക്ക് ഉണ്ടാവുന്നത്? പറയുന്ന വ്യക്തികൾക്ക് എന്ന് പറയുന്നത് എനിക്ക് വ്യക്തമായില്ല, മനസ്സിലായില്ല. ഞാൻ എന്റെ ലൈഫിൽ ഞാൻ കടന്നുപോയ ഒരു മോശം സാഹചര്യത്തെ കുറിച്ച് മാത്രം ഞാൻ പറഞ്ഞു. ഇതിനു മുമ്പ് ഞാൻ ഒരു അവസരത്തിൽ പറഞ്ഞു. അപ്പോഴും ഏറ്റവും കൂടുതൽ അറ്റാക്ക് നേരിട്ട വ്യക്തി ഞാനാണ്. എന്തുകൊണ്ട് ഒരാള് പോലും ആ ചെയ്ത വ്യക്തിക്കെതിരെ സംസാരിച്ചില്ല? അത് കഴിഞ്ഞു. അന്ന് ഞാൻ വന്നിട്ട് അല്ല, ഞാൻ പറഞ്ഞ സ്റ്റേറ്റ്മെന്റിനെ കുറിച്ചിട്ട്. അത് കഴിഞ്ഞിട്ട് ഇപ്പൊ ഞാൻ ബിഗ് ബോസിൽ പോയ സമയത്തും ഞാൻ പറയാൻ ശ്രമിച്ചത് ഇത്രയേ ഉള്ളൂ. ഒരുപാട് അവസരത്തിൽ എന്നെ പോലെ ഞാൻ ഒരുപാട് പെൺകുട്ടികളെ ഞാൻ അനുഭവിച്ചതുപോലെ റെപ്രസെന്റ് ചെയ്ത് ആ പ്ലാറ്റ്ഫോമിൽ പോയൊരു പെൺകുട്ടിയാണ് ഞാൻ. ഒരുപാട് സമയത്ത് തോറ്റുപോയ ഒരാളാണ് ഞാൻ ലൈഫിൽ. കാരണം ഒരുപാട് ആൾക്കാരെ സ്നേഹിച്ചതിന്റെ പേരിൽ, സപ്പോർട്ട് ചെയ്തതിന്റെ പേരിൽ, കൂടെ നിർത്തിയതിന്റെ പേരിൽ, വിശ്വസിച്ചതിന്റെ പേരിൽ തോറ്റുപോയ ഒരാളാണ് ഞാൻ. അന്നും എനിക്ക് ഒറ്റ ലക്ഷ്യമുണ്ട്. എൻ്റെ അമ്മ സത്യമായിട്ട് ഞാൻ പറയാം, ജെന്യൂനായിട്ട് ഞാൻ പറയാം, ഞാൻ ബിഗ് ബോസിൽ പോയ സമയത്ത് എനിക്ക് ഫെയിം ഉണ്ടാക്കണം, എനിക്ക് അങ്ങനെയല്ല, എനിക്ക് ജീവിക്കാൻ വേണ്ടി ഞാൻ എന്തു പണിയെടുക്കാനും തയ്യാറായ ഒരു വ്യക്തിയാണ്. ഞാൻ അങ്ങനെ പോയൊരു ആളാണ്. അവിടെ പോയ സമയത്ത് ഞാൻ പറഞ്ഞ എന്താണ്, നമ്മുടെ ലൈഫിൽ നമുക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ടാവും, ഇനിയും ഉണ്ടാവും, എനിക്കറിയാം, നമുക്കുണ്ടാവും പ്രശ്നങ്ങൾ, മരണം വരെ ഉണ്ടാവും. പക്ഷെ ആ പ്രശ്നങ്ങൾ ഞാൻ ഭയങ്കര ഇതായിട്ടുള്ള ഒരാളാണ്. എന്തെങ്കിലും ചെറിയ കാര്യം വരുമ്പോൾ പോലും ഞാൻ പെട്ടെന്ന് എന്നെ എഫക്ട് ചെയ്യും. ഞാൻ ഇമോഷണലി കുറച്ച് ഡൗൺ ആയിട്ടുള്ള ഒരാളാണ്. പക്ഷെ ഞാൻ എപ്പോഴും സ്ട്രോങ് ആവണമെന്നറിയോ, ഞാൻ അവിടെ ഇരുന്ന് പോകത്തില്ല. ഞാൻ അപ്പൊ ചിന്തിക്കുന്നത് എന്താണ്, ഞാൻ ഇവിടെ ഇരുന്നാൽ എനിക്ക് ആരുമില്ല, എനിക്ക് കൊണ്ടുതരാൻ ആരുമില്ല, ഞാൻ കഷ്ടപ്പെട്ടാലേ എനിക്ക് ജീവിക്കാൻ പറ്റുള്ളൂ. ഞാൻ ഇങ്ങനെ ഇരുന്ന എന്നെ പറഞ്ഞ ആൾക്കാർ വിജയിക്കുകയും ഞാൻ തോറ്റു പോവുകയും ചെയ്യും. അങ്ങനെ തോക്കാൻ പാടില്ല, എനിക്ക് ജയിക്കണം, ഞാൻ സ്വപ്നങ്ങളുടെ അടുത്തേക്ക് എനിക്ക് എത്തണം. ഞാൻ കഷ്ടപ്പെടാൻ തയ്യാറാണ്. എൻ്റെ സ്വപ്നങ്ങൾ അത്ര വലുതായതുകൊണ്ട്, ജീവിതത്തിൽ തോറ്റു കൊടുക്കാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ വീണ്ടും കഷ്ടപ്പെടാൻ തീരുമാനിച്ചു.
ഞാനിത് പെൺകുട്ടികളോട് ഇത് അനുഭവിക്കുന്ന സ്ത്രീകളോട് തുറന്നു പറയാത്ത എത്രയോ സ്ത്രീകളുണ്ട്. ഞാനിത് അവരോട് പറയുന്നത് എല്ലാവരുടെ ലൈഫിലും ഉണ്ടാവും, എന്റെ ലൈഫിലും ഉണ്ടായി. പക്ഷെ അവിടെ നമ്മൾ വീണ് പോവരുത്. നിങ്ങൾ ട്രൈ ചെയ്തോണ്ടേ ഇരിക്കുക. നിങ്ങൾക്ക് പറ്റാത്തൊരു ബന്ധമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അവിടെ കടിച്ചു തൂങ്ങണ്ട. പക്ഷെ ആ ഒരു ബന്ധത്തിൽ നിന്ന് മാറി ശരിക്കും ഈ ആള് തന്നെ വീണ്ടും വന്നിട്ട് സോഷ്യൽ മീഡിയ വന്നിട്ട് ക്ലാരിറ്റിക്കോ പ്രസ്താവനയ്ക്കോ നിൽക്കുന്നത് ഈ അകത്ത വിശേഷങ്ങളും പുറത്ത് നടക്കുന്ന ഈ വിവാദങ്ങൾ കൊണ്ട് കൂടിയല്ലേ? അങ്ങനെ തോന്നില്ലേ? അല്ല, ക്ലിയർ ചെയ്തോട്ടെ. ഞാൻ പറയട്ടെ, ഇപ്പം എപ്പോഴും ഞാനിപ്പം പറയുമ്പോൾ എന്നെ ന്യായീകരിച്ചിട്ടേ ഞാൻ പറയുള്ളൂ. ഇപ്പം ഞാൻ ഓപ്പോസിറ്റ് പറയുന്ന വ്യക്തി അദ്ദേഹത്തെ ന്യായീകരിച്ചിട്ടേ പറയുള്ളൂ. പറഞ്ഞോട്ടെ, എനിക്ക് ഞാനിനി അത് ക്ലിയർ ചെയ്യാനോ തിരുത്താനോ എൻ്റെ ഭാഗം ന്യായീകരിച്ച് സംസാരിക്കാൻ ഞാൻ വരുന്നില്ല. ഞാൻ ഇത്രേ പറഞ്ഞുള്ളൂ. അന്നും ഞാൻ പറയുന്നത് ഇത്രയാണ്, നമ്മുടെ ലൈഫിൽ കുറേ പ്രശ്നങ്ങൾ വരും. ഇപ്പൊ ദാമ്പത്യ ജീവിതത്തിലായാലും അല്ലാത്ത ലൈഫിലായാലും നമുക്ക് കുറേ പ്രശ്നങ്ങൾ വരും. അവിടെ നമ്മൾ തളർന്നു പോകാതിരിക്കുക. ഇപ്പൊ നമ്മൾ നമ്മുടെ സങ്കടങ്ങൾ പബ്ലിക്കിൽ വന്നിട്ട് പറഞ്ഞാൽ പോലും ചിലപ്പോൾ നമ്മളെ ആളുകൾ അക്സെപ്റ്റ് ചെയ്യില്ല. നമുക്ക് ഓപ്പോസിറ്റ് ആയിരിക്കും അപ്പോഴും ആൾക്കാർ കൂടുതൽ റിയാക്ട് ചെയ്യുന്നത്. അത് മൈൻഡ് ചെയ്യാതിരിക്കുക. അവര് ഇപ്പം അദ്ദേഹം ഞാൻ അപ്പോഴും പറഞ്ഞതല്ലോ, ഞാനത് അനുഭവിച്ചിട്ടുണ്ട്. അതിനിപ്പോ ഇനി എത്ര വട്ടം ഇല്ല 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 എന്ന് പറഞ്ഞാലും ഞാൻ അന്ന് അനുഭവിച്ചതൊന്നും അത് ഇല്ലാതാവില്ല. അനുഭവത്തിന്റെ ഒപ്പം ഈ അനുഭവിച്ച എക്സ്പീരിയൻസിലോ അല്ലെങ്കിൽ അനുഭവിച്ച പാഠങ്ങളിൽ നിന്നാണോ എവിടേക്ക് ഈ പ്രതികരണ ശേഷി നഷ്ടപ്പെട്ടു എന്ന് തോന്നുന്നുണ്ടോ? എനിക്ക് പ്രതികരണശേഷി കൂടി. മലയാളി മിനി സ്ക്രീൻ പ്രേക്ഷകർക്ക് സുപരിചിതയാണ് അപ്സര ആൽബി. സാന്ത്വനം എന്ന സൂപ്പർ ഹിറ്റ് സീരിയലിലൂടെയാണ് കൂടുതലായി അപ്സര അറിയപ്പെട്ടത്. അതിനു മുൻപ് തന്നെ ഏഷ്യാനെറ്റിലെ കോമഡി സ്റ്റാർസ് അടക്കമുള്ള പരിപാടികളിലും താരം ഭാഗമായിരുന്നു. സാന്ത്വനം നൽകിയ കരിയർ ബ്രേക്കിൽ നിന്ന് തുടങ്ങിയ അപ്സരയ്ക്ക് പിന്നീട് തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല. എന്നാൽ അപ്സരയുടെ ജീവിതം മാറ്റിയത് ബിഗ് ബോസ് ആണ്. മലയാളത്തിലെ ഏറ്റവും വലിയ റിയാലിറ്റി ഷോകളിൽ ഒന്നായ ബിഗ് ബോസിൽ താരവും മത്സരിച്ചിരുന്നു. അതിലൂടെയാണ് പ്രേക്ഷകർ അപ്സരയെ കൂടുതലായി അടുത്തറിയുന്നത്. ശേഷം അടുത്ത കാലത്താണ് താരം വീണ്ടും വിവാഹിതയായത്. മിനി സ്ക്രീനിലെ മറ്റൊരു കോമഡി താരമായിരുന്ന ആൽബി ആയിരുന്നു വരൻ. എന്നാൽ ഇപ്പോൾ ഇവർ പിരിഞ്ഞുവെന്ന തരത്തിലുള്ള വാർത്തകൾ പുറത്തു വന്നത് ആരാധകരെ ഞെട്ടിച്ചിരുന്നു. ബിഗ് ബോസിൽ പോയതുകൊണ്ട് ജീവിതത്തിൽ ഗുണങ്ങളും ഉണ്ടായിട്ടുണ്ടെന്നാണ് അപ്സര പറയുന്നത്. എങ്കിലും ബിഗ് ബോസിൽ പോയി തിരിച്ചു വന്നതിന് ശേഷം സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളൊക്കെ നഷ്ടമായിരുന്നു. ബിഗ് ബോസിൽ പോയ ശേഷം സാമ്പത്തികമായി ഇത്തിരി സ്ഥിരത കിട്ടിയെന്ന് മാത്രമാണ് ഏക കാര്യമെന്നും അപ്സര പറയുന്നു. ബിഗ് ബോസിൽ പോയതുകൊണ്ട് തനിക്ക് ഗുണങ്ങളും ഉണ്ടായിട്ടുണ്ട്. സാമ്പത്തികമായിട്ടാണെങ്കിലും അവിടെ ഗുണമുണ്ടായിരുന്നു. സീരിയലിൽ കിട്ടുന്നതിന്റെ ഇരട്ടി പ്രതിഫലം അവിടെ നിന്ന് കിട്ടിയിരുന്നു. അതുകൊണ്ട് കുറെ ബാധ്യതകൾ ഒതുക്കി തീർക്കാൻ പറ്റി. അതുകൊണ്ട് ഒരിക്കലും തനിക്കതിനെ ശപിക്കാൻ പറ്റിയിട്ടില്ല. പണ്ടാരം പോവണ്ടായിരുന്നു എന്ന് പറയാൻ പറ്റില്ലായിരുന്നു. ബിഗ് ബോസ് വഴി വേറെ ഒന്നും നേടിയിട്ടില്ല. ഇല്ലാത്ത കുറെ കാര്യങ്ങൾ തന്റെ തലയിൽ വെച്ച് തന്നിരുന്നു. കുറെ വാർത്തകളൊക്കെ വന്നിരുന്നു. അതൊക്കെ ഇല്ലാത്ത കാര്യങ്ങളായിരുന്നു. കുറെ മീഡിയക്കാർ തന്നെ ചൂഷണം ചെയ്തു. തന്റെ കല്യാണത്തിന് തന്നെ നിങ്ങൾക്കറിയാം, അപ്സര രണ്ടാം കെട്ടാണെന്നൊക്കെ പറഞ്ഞിരുന്നു. ശരിയാണ്, എന്റെ രണ്ടാമത്തെ വിവാഹമാണ്. അത് നിങ്ങൾക്ക് തന്നെ അറിയാം. അപ്സര രണ്ടാം കെട്ടാണ് എന്നാണ് പറയുന്നത്. ശരിക്കും അതുകൊണ്ട് എന്താണ് കുഴപ്പം? അതൊരു അപരാധമാണ്. ഞാൻ ആരെയും വിഷം കൊടുത്ത് കൊന്നിട്ടൊന്നുമില്ലല്ലോ. ബിഗ് ബോസ് കഴിഞ്ഞിട്ട് എത്ര ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും ഡാൻസ് കളിക്കുന്നു, എടുക്കുന്നു, കറക്കുന്നു, ഒരുമിച്ച് നടക്കുന്നു. അവർക്കൊന്നുമില്ലാത്ത എന്ത് പ്രശ്നമാണ് ഞാൻ ചെയ്യുമ്പോൾ ഉള്ളത്? ഞാനും ജിൻഡോ ചേട്ടനും തമ്മിൽ ബിഗ് ബോസിൽ വെച്ച് വഴക്ക് പോലും ഉണ്ടായിരുന്നില്ല. പുള്ളി എന്നോട് വന്ന് ഡാൻസ് കളിക്കണമെന്ന് പറഞ്ഞു. ഞാൻ പഠിപ്പിച്ചു. എന്ന് വെച്ച് ഞാനും പുള്ളിക്കാരനും തമ്മിൽ വേറെന്തോ ഉണ്ടെന്നൊക്കെ ആൾക്കാർ വന്ന് പറഞ്ഞാൽ അത് അംഗീകരിക്കാൻ കഴിയില്ല. പുറത്തിറങ്ങിയ ശേഷം പുള്ളിയുമായി എനിക്കൊരു ബന്ധവുമില്ല. ഒരു മെസ്സേജ് പോലും അയക്കാറില്ല. ഒരു പരിപാടിയിൽ വെച്ച് മീഡിയാസ് നിർബന്ധിച്ചപ്പോഴാണ് ഞങ്ങൾ വീണ്ടും ഡാൻസ് കളിച്ചത്. പിന്നെ അത് ഭയങ്കര നെഗറ്റീവ് ആവുമെന്ന് നമ്മൾ വിചാരിക്കില്ലല്ലോ. ആരാണെങ്കിലും ഒരു കൈ പിടിച്ച് ഡാൻസ് കളിച്ചാൽ എന്താണ് സംഭവിക്കുന്നത്? ഒന്ന് എടുത്ത് കറക്കിയാൽ എനിക്കൊന്നും വരില്ല. ഒന്ന് കെട്ടിപ്പിടിച്ചാൽ എനിക്ക് എന്ത് സംഭവിക്കാനാണ്? അത് കാരണം എന്റെ വിവാഹബന്ധം തകർന്നു എന്നാണ് ചിലർ പറയുന്നത്. ഞാനും എന്റെ ഭർത്താവും ഡിവോഴ്സ്ഡ് അല്ല. പിന്നെ വാർത്തകളിൽ വരുന്ന കാര്യം വിശദീകരിക്കാൻ എനിക്കിപ്പോൾ താല്പര്യമില്ല. അങ്ങനെയാണെങ്കിലും അല്ലെങ്കിലും ആരോടാണ് താൻ തെളിയിക്കേണ്ടത് എന്നും തനിക്കറിയില്ല.